ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്ന് ഈ പോഡ്കാസ്റ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കവിയും എഡിറ്ററും വിവർത്തകനുമായ AJ തോമസ് ആണ്. ഇംഗ്ലീഷിൽ 20ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് AJ തോമസ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ എഡിറ്ററായിരുന്നു. വിവർത്തനത്തിനുള്ള നിരവധി പുരസ്കാരങ്ങൾ AJ തോമസിന് തേടി എത്തിയിട്ടുണ്ട്. കഥാ അവാർഡ്, AKMG പ്രൈസ്, വോഡാഫോൺ ക്രോസ്വേർഡ് അവാർഡ് ഫോർ ട്രാൻസ്ലേഷൻ എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ. ദില്ലി ദാലി പോഡ്കാസ്റ്റിൽ AJ തോമസ് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. ഒന്ന് ദ ഗ്രേറ്റസ്റ്റ് മലയാളം ഷോർട്ട് സ്റ്റോറീസ് എവർ ടോൾഡ്, മറ്റത് 100 ഇന്ത്യൻ സ്റ്റോറീസ് എന്ന് പറയുന്ന എ ഫീസ്റ്റ് റിമാർക്കബിൾ ഷോർട്ട് ഫിക്ഷൻ ഫ്രം ദ 19th, 20th and 21st centuries ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറീസിൻ്റെ കളക്ഷൻ വിവിധ ആളുകൾ വിവർത്തനം ചെയ്തത്, അത് എഡിറ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്നത് തോമസ് ആണ്. അതുകൂടാതെ തന്നെ മറ്റൊരു പുസ്തകം കൂടി നമ്മുടെ കയ്യിൽ ഉള്ളത് N. മോഹനൻ്റെ, മലയാളത്തിലെ പ്രധാനപ്പെട്ട ചെറുകഥാകൃത്തായ N. മോഹനൻ്റെ നോവൽ ഒരിക്കൽ എന്ന നോവലിൻ്റെ വിവർത്തനം തോമസിൻ്റേതായിട്ട് വന്നതാണ്. സ്വാഗതം AJ തോമസ് ഈ സംഭാഷണത്തിലേക്ക്. താങ്ക് യു. സംഭാഷണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പതിവായി നടത്തുന്ന അഭ്യർത്ഥന ഒന്നുകൂടി വയ്ക്കുകയാണ്. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വിനീതമായ സാംസ്കാരിക സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സംഭാഷണത്തിലേക്ക് പോകാം. AJ തോമസുമായിട്ട് ഈ വിവർത്തകൻ്റെ സർഗജീവിതം എന്ന് പറയുന്നത് ഒരു പരകായ പ്രവേശിയുടെ ജീവിതമാണ്. ഒരർത്ഥത്തിൽ ശരിയാണ്. കാര്യം ഒരു കഥാകാരൻ്റെ അല്ലെങ്കിൽ ഒരു കവിയുടെ ഉള്ളിൽ കയറിയല്ലാതെ നമുക്ക് വിവർത്തനം എന്ന് പറയുന്ന ഒരു റീക്രിയേഷൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ആ ഒറിജിനൽ കൃതിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് വെറും അക്ഷരങ്ങൾ നിരത്തി വെക്കുന്നതല്ലല്ലോ. അവരുടെ ഒരു പ്രപഞ്ചം അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ പ്രപഞ്ചത്തിൽ നമ്മൾ പ്രവേശിച്ച് അത് മുഴുവൻ അതുപോലെ തന്നെ എങ്കിലും കൃത്യമായി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രോക്സിമേഷൻ എങ്കിലും ബാക്കിയുള്ളവർക്ക് അനുവാചകർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിവർത്തകൻ്റെ കടമ വാസ്തവത്തിൽ. അതിന് ഈ പറഞ്ഞ ഈ പരകായ പ്രവേശം തന്നെ നടക്കുള്ളൂ. കാര്യം അതാണൊരു, ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അവർ ആ വേഷം അവരാടുന്നു. ഇതിപ്പോൾ നമ്മൾ അക്ഷരത്തിൽ കൂടെ അത് ചെയ്യുന്നു, അതാണ് വ്യത്യാസമുള്ളത്. ഇപ്പോൾ ഞാൻ ഈ ഉണ്ണായി വാര്യരുടെ നളചരിത്രത്തിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 3-ാം ദിവസത്തിൽ കലിക്ക് പ്രവേശിക്കുകയാണ് നളനി. പക്ഷെ കലി അല്ല നളൻ. ഏതാണ്ട് ഈ എന്താ പറയണ്ടേ, ഭൂതാവേശിതൻ എന്നൊക്കെ പറയുന്ന ഒരു തരം പൊസഷൻ എന്ന് പറയുന്ന അവസ്ഥയിൽ അത് ഏത് കവിയാണെങ്കിലും ഒരു എഴുത്തുകാരനാണെങ്കിലും കലാകാരനാണെങ്കിലും അതുപോലെയുള്ളൊരു ഫേസ് ഉണ്ട്. അതായത് സാധാരണ നമ്മളുടെ ദൈനംദിന ജീവിതവും അതിനകത്ത് കയറി വരുന്ന ഒരു ഈ പറയുന്ന ഒരു ആവേശിതമായൊരു ഇതുകൊണ്ട് അതിൻ്റെ ഒരു റിപ്ലിക്ക തന്നെയാണ് ഈ വിവർത്തനം ചെയ്യുന്നത്. കാര്യം ആ ഒരു മൂഡിലേക്ക് ഒരു കവിത വിവർത്തനം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കഥ വിവർത്തനം ചെയ്യുമ്പോഴോ നമ്മൾ ആ വാക്കുകളെ നമ്മൾ നോക്കി അതിനനുസരിച്ചുള്ള ഈക്വലൻസസ് കണ്ടുപിടിച്ചൊക്കെ ചെയ്യുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ അതിനകത്ത് നമ്മൾ നിന്നുകൊണ്ട് ഈ ഒറിജിനൽ എങ്ങനെ എഴുത്തുകാരൻ ഒറിജിനൽ എഴുത്തുകാരൻ എങ്ങനെ അത് വിഭാവനം ചെയ്തോ അത് നമ്മൾ റീഇമാജിൻ ചെയ്യണം. അല്ലാതെ വേർഡ് ബൈ വേർഡായിട്ടൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ബാലചന്ദ്രൻ ചുള്ളിക്കാട് കവിതകൾ വിവർത്തനം ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹം സ്വതന്ത്ര വിവർത്തനം എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബാലചന്ദ്രൻ്റെ അടുത്ത് സുഹൃത്താണ്. പക്ഷേ ഈ സ്വതന്ത്ര വിവർത്തനം എന്ന് പറയുന്ന ആശയത്തോട് എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ ആദ്യം മുതലേ എവിടെയും എപ്പോഴും പറയുന്നൊരു സംഗതി, എങ്ങനെയാണെന്നുകൊണ്ട് സ്വന്തമായിട്ട് എഴുതിക്കൂടെ? സ്വന്തമായിട്ട് എഴുതുന്നതാണ് നല്ലത്. അല്ല ടേക്കിംഗ് ഓഫ് ഫ്രം ദിസ് വർക്ക് ആൻഡ് ക്രിയേറ്റിംഗ്
ട്രാൻസ്ക്രിയേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ട്രാൻസ്ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും നമ്മുടെ പി ലാൽ അടക്കമുള്ള ഒത്തിരി ആൾക്കാർ. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ട്രാൻസ്ലേറ്റർ ആയിരിക്കും. ഞാൻ ഒറിജിനൽ എൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എഴുതുന്നത് വേറെ ആയിരിക്കണം എന്ന് വിചാരിക്കും. ഇനി ഞാൻ ഈ ദ ഗ്രേറ്റസ്റ്റ് മലയാളം ഷോർട്ട് സ്റ്റോറീസ് എവർ ടോൾഡിലേക്ക് വരികയാണ്. 2023 നവംബറിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇതിലെ അവസാനമായി വന്നിരിക്കുന്ന കഥകൾ എന്ന് പറയുന്നത് എൻ പ്രഭാകരനും CV ബാലകൃഷ്ണനും അശോകൻ ചെരുവിലും ഐമനം ജോണും തോമസ് ജോസഫും ചന്ദ്രമതിയും. അപ്പോൾ അതിനുശേഷം 2023 ഇറങ്ങിയ പുസ്തകം എന്ന് പറയുമ്പോൾ അതിനുശേഷമൊക്കെ മലയാള ചെറുകഥയിൽ വലിയ തരംഗ സൃഷ്ടികളും വലിയ കഥാകാരന്മാരുമൊക്കെ പുതിയ ചെറുകഥാകൃത്തുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ഈ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ട് ഓഫ് ഇയർ ആയിട്ട് അടുത്തുള്ള എന്തായിരുന്നു മാനദണ്ഡം? വളരെ എന്താ പറയണ്ടേ, പ്രസാധകൻ്റെ ഒരു പരിമിതി കൊണ്ട് സംഭവിച്ചാണ്. ഞാൻ 75 കഥകളാണ് കൊടുത്തത്. ഏറ്റവും അവസാനം ഇന്ദു മേനോൻ്റെ വരുന്ന, അതായത് ഒരു ഏജ് ക്രോണോളജി ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് ഇത് 75 പേരുടെ കൊടുത്തു. 50 പേരുടെ ഈ പുസ്തകത്തിന് എൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ. ഇത് അവരുടെ പിന്നെ മാർക്കറ്റിംഗ് ഒത്തിരി കാര്യങ്ങളുണ്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ. ഇതേത് ഇത്ര രൂപയ്ക്ക് ഇത്ര ഇങ്ങനെയൊക്കെയുള്ള കൺസിഡറേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് ഒരു 50 കട്ട് ഓഫ് ചെയ്തതാണിത്. ബാക്കി 25 പിന്നെ ഒരു 33 കൂടെ ചേർത്ത് 58 കഥകളുടെ ഒരു സമാഹാരം. ഇതിൻ്റെ സീക്വലല്ല, പക്ഷേ ഇതിൻ്റെ ഒരു അനുബന്ധ പബ്ലിക്കേഷൻ. ഇന്റർവ്യൂവിൽ കണ്ടു. അതായത് കമ്പാനിയൻ വോളിയം ഇപ്പോൾ വരെയുള്ള 2025 വരെയുള്ള കഥകൾ അതിനകത്ത് എഴുത്തുകാരതിനകത്ത് വരുന്നുണ്ട്. അത് ഉടനെ ഉണ്ട്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഞാൻ ഈ പുസ്തകം കിട്ടിയ ഉടനെ തന്നെ തിരഞ്ഞെടുത്ത് മുഴുവൻ വായിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല. എങ്കിലും തിരഞ്ഞെടുത്ത് കുറേ കഥകൾ ഞാൻ വായിച്ചു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഈ 2 തരം പ്രാദേശികതകൾ ഒരു ട്രാൻസ്ലേറ്ററെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയാണ്. 2 തരം പ്രാദേശികതകൾ. ഒന്ന് എന്ന് പറയുന്നത് പ്രമേയപരമായ പ്രാദേശികതയാണ്. ഉദാഹരണത്തിന് തകഴിയുടെ കഥകളിലെ പ്രാദേശികത, പ്രമേയപരമായ പ്രാദേശികത. കുട്ടനാടൻ പശ്ചിമരാശി മണ്ണും കൃഷിയും ആ കർഷക സമൂഹവും എന്ന് പറയുന്ന പ്രാദേശികത ഉണ്ട്. ഇനി മറ്റ് ചില ഇപ്പോൾ കാരൂരിൻ്റെ മരപ്പാവകളിലെ സംബന്ധിച്ചിടത്തോളം അതിൽ സംഭാഷണങ്ങളിലാണ് പ്രാദേശികത. സംഭാഷണങ്ങളിലെ പ്രാദേശികത, VKNിലെ സംഭാഷണങ്ങളിലെ പ്രാദേശികതയാണ്. ഈ 2 തരം പ്രാദേശികതകളിൽ സംഭാഷണം എന്ന് പറയുന്ന സംഭാഷണത്തിലെ പ്രാദേശികത വേണമെങ്കിൽ തർജ്ജമയിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത് കഴിവതും വേണമെങ്കിൽ ഒഴിവാക്കി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ട്രാൻസ്ലേഷൻ. പക്ഷേ പ്രമേയപരമായ പ്രാദേശികത എന്ന് പറയുന്നത് ഒരു വിവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതൊരു സാധ്യതയും ഒരു വെല്ലുവിളിയുമല്ലേ? സാധ്യത ഓഫ് കോഴ്സ് സാധ്യതയാണ്. പക്ഷേ വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കുട്ടനാടിൻ്റെ പശ്ചിമരാശി മണ്ണ് മാത്രം ആകണമെന്നില്ല. ഇപ്പോൾ തകഴി കുട്ടനാട്ടുകാരനായതുകൊണ്ട് നമുക്കങ്ങനെ അങ്ങ് ആരോപിക്കാമെന്നേ ഉള്ളൂ. ഇതേ സംഭവം പാല അല്ലെങ്കിൽ ശരിക്കും ഈ കഥ നടക്കുന്നത് വൈക്കത്താണ്, വെച്ചൂർ, ഇവിടെയാണ് സംഭവം. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ നമുക്ക് ഹരിപ്പാട് തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് വെച്ചൂറങ്ങ് കുട്ടനാടിൻ്റെ വടക്കേ അറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് ആലുവ അല്ലെങ്കിൽ വടക്കം പറവൂര് അല്ലെങ്കിൽ എവിടെയും നെൽകൃഷി നടത്തുന്ന, ഓഫ് കോഴ്സ് മലബാറിലെ അല്ല, ഈ തിരുവിതാംകൂറിൻ്റെ ഉള്ളിൽ നെൽകൃഷി നടക്കുന്ന എവിടെയും, അതായത് കായൽ കൃഷി നടക്കുന്ന എവിടെയും ഇത് ആപ്ലിക്കബിൾ ആണ് വാസ്തവത്തിൽ. അങ്ങനെ രീതിയിൽ നോക്കാൻ നമ്മൾ പ്രമേയപരമായിട്ട് നമ്മൾ ഒരു ലൊക്കാലിറ്റി, ഒരു ലൊക്കേലിനെ നമ്മൾ അവിടെ അങ്ങനെ ഫിക്സ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് പിന്നെ ഒരു ലൊക്കേലിനെ എടുത്ത് പറയുന്ന ഒരു കഥ ഇതിനുണ്ട്. ശരിക്ക് കേശവദേവിൻ്റെ പ്രതിജ്ഞ അത് അവിടെ മാത്രമുള്ളതാണ്. അത് വെച്ച് കഴിഞ്ഞാൽ കൃത്യം പറയുന്നുണ്ട്, ശരിക്കും ഒച്ചിറക്കളിക്ക് പോയിട്ട് വരുന്നതാണ് ശരിക്കും അവിടെ തന്നെയാണത്. ആ ഒരു നാട്ടിൻ പുറത്ത് എന്തൊരു കഥയത്, ഭയങ്കരമായ കഥ. അപ്പോൾ അതിന് ശരിക്കുള്ള അതിൻ്റെ മണവും ഗുണവും ഗന്ധങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഒരു തർജ്ജമ ചെയ്യുമ്പോൾ അതിനോട് ഒരു ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ? ഒന്നുമില്ല. ഞാൻ വാസ്തവത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ഞാൻ ഈ കേശവദേവിൻ്റെ ഒരു നാട്ടിൻ പുറത്തെ 2 സ്ത്രീകൾ തമ്മിലുള്ള ആ വഴക്കിൻ്റെയും വയ്യാരങ്ങളുടെ എല്ലാം
അതിൻ്റെ ആത്മാവ് ശരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പരകായ പ്രവേശം നടത്തി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടില്ല. എനിക്ക് ഏറ്റവും പേഴ്സണലി സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ 2 കഥകൾ, ഒന്ന് കാരൂരിൻ്റെ മരപ്പാതകൾ, മറ്റേ പ്രതിജ്ഞയാണ്. ശരിക്കും വാസ്തവത്തിൽ അതുപോലെ ചെയ്യാൻ പറ്റും. രാവിലെ മരപ്പാവള് 2ഉം വായിച്ചു. അതായത് ആദ്യം ഞാൻ കാരൂരിൻ്റെ മരപ്പാവള് ഇന്ന് രാവിലെ വായിച്ചു. അതിനുശേഷം ഈ ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചു. സംഭവമാണത്. അതുപോലെയാണ് വാസ്തവത്തിൽ ഈ ലളിതാംബികേന്ദ്രജനത്തിൻ്റെ അത് പക്ഷേ അത് ശരിക്കും നമ്മൾ ഈ ആശയങ്ങളുടെ തലത്തിലേ കേരളത്തിലിരുന്നുകൊണ്ട് ബംഗാളിൻ്റെ വിഭജനത്തെപ്പറ്റി ഇവർ എഴുതിയിരിക്കുന്നത് ബംഗാളികൾ വായിച്ചിട്ട് എന്നോട് എന്നോട് പല ആൾക്കാരും ചോദിക്കുകയാണ്, ഇവർ ബംഗാളിൽ പോയിട്ടുണ്ട്, ബംഗാളിൽ ജീവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന് ആവശ്യമില്ല. അവരുടെ തലമുറ എന്ന് പറഞ്ഞാൽ ബംഗാളും എല്ലാം അടക്കം ഉൾക്കൊണ്ടുപോയിട്ടുള്ള ശരിക്കും അവരുടെ നാഷണലിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയെ വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇവരുടെയൊക്കെ. അഗ്നിസാക്ഷി ഞാൻ പറഞ്ഞു കൊടുത്തു, എന്നെ പോയി വായിച്ചു നോക്കാൻ പറഞ്ഞു, ട്രാൻസ്ലേഷൻ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇതാണ് ഇത്. ഇത്രയും വലിയ എഴുത്തുകാരല്ലേ ഇവർ. ഇനി എനിക്ക് ഈ ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥ ഒ വി വിജയൻ തന്നെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എ ജെ തോമസും അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഈ മൂന്നാമതൊരാളായിട്ട് തോമസ് ഈ 2 തർജ്ജമകളെ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ നേരെ തിരിച്ചു പറയാം. ഞാൻ എങ്ങനെ ചെയ്തെന്ന് പറയാം. എന്ത് വിജയൻ ചെയ്തത് ഞാൻ ചെയ്തില്ല എന്ന് പറയാം, എന്ത് വിജയൻ ഒഴിവാക്കിയത് ഞാൻ ഉൾപ്പെടുത്തിയെന്നും പറയാം. അതിനു മുമ്പ് എനിക്ക് തകഴിയുടെ ചെമ്മീനിനെ പറ്റി പറയാനുള്ളത്. തകഴിയുടെ ചെമ്മീൻ ഞാൻ എൻ്റെ PhDക്ക് ഡൈസെക്റ്റ് ചെയ്ത് പഠിച്ചാണ് ശരിക്കും. ചെമ്മീനിനകത്തുനിന്ന് ഒരു 1/3 അതിൻ്റെ മൊത്തം ദൈർഘ്യത്തിൻ്റെ 1/3 പലർന്നായിട്ട് എടുത്തു കളഞ്ഞിട്ടുണ്ട്. നാരായണ മേനോൻ കുറിച്ച് ചെയ്താണെന്ന് ഞാൻ പറയുന്നില്ല, തകഴിയും കൂടെ അതിനകത്ത് കൂടിയിട്ടുണ്ട് എന്നാണ് എന്നോട് ഓംചേരി സാർ പറഞ്ഞിട്ടുള്ളത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കഥ ഒരു 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 നഷ്ടപ്രണയത്തിൻ്റെയും അതിൻ്റെ തിരിച്ചുവരവ് ഇങ്ങനെയുള്ളൊരു ഇറ്റേണൽ തീമാണ്. ആ സ്റ്റോറി ലൈൻ ഇൻടാക്റ്റായിട്ട് വെച്ചുകൊണ്ട് വെസ്റ്റിൽ കൊടുത്ത് വെസ്റ്റേൺ റീഡേഴ്സിന് അല്ലെങ്കിൽ ബാക്കിയുള്ള റീഡേഴ്സിന് കൊടുത്ത് ഇതിനെ വിജയിപ്പിക്കാൻ വേണ്ടി യുനെസ്കോ സീരീസിൽ ചെയ്തതാണിത്. അതിനു വേണ്ടി ചെയ്തതാണ്. അത് ഓംചേരിക്കും പിന്നെ തകഴിക്കും അതിന് മനസ്സറിവുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ട്രാൻസ്ലേറ്റർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ തിയറി പഠിച്ച ഞങ്ങൾ MPhilഉം PhDയും ചെയ്യുമ്പോഴത്തേക്ക് തിയറി പഠിക്കുമ്പോൾ ഓതർക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം ഓതർ ഒരു ഒറിജിനൽ എഴുതിയ ആളാണെങ്കിൽ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് വേറൊരാൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓതറും കൂടി ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒറിജിനലിനെ കളയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് സത്യം. മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ കഥയെന്ന് പറഞ്ഞാൽ ഇതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനമല്ല ഇംഗ്ലീഷിലേ. ഒരു വല്ലാത്ത സംഭവം അത്. ഇതിനേക്കാൾ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഒ വി വിജയൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഒ വി വിജയൻ ആഫ്റ്റർ ദ ഹാങ്ങിങ് എന്ന് പറഞ്ഞ കഥ എഴുതി ചെയ്തിരിക്കുന്നത് ഈ വളരെ ലോക്കലായിട്ടുള്ള കൾച്ചറിൻ്റെ റെഫറൻസുകളൊക്കെ കളഞ്ഞിട്ട് വായിക്കാൻ സാധ്യതയുള്ള ആ ഓഡിയൻസിനെ മുന്നേ കണ്ടുകൊണ്ട് പുള്ളി തന്നെയല്ലേ സ്വന്തം എനിക്ക് എൻ്റെ കൃതി ഇഷ്ടം പോലെ ചെയ്യാവുന്നുള്ള ചെറിയ അഹങ്കാരത്തോടെ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ മുഴുവൻ കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ സത്യമായിട്ടുള്ള സാധനം ഇതാണെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയത്. ഈ ചെമ്മീൻ ഇങ്ങനെ ഒറിജിനലായിട്ട് മുഴുവനും ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെയുണ്ട്. അത് ഞാൻ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഴുവൻ ഞാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ 1/3 ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ PhD തീസിസിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിട്ട് പിന്നെ ബാക്കി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നോവൽ കൃത്യമായിട്ട് മുഴുവനായിട്ട് ചെയ്യാനായിട്ട് വാസ്തവത്തിൽ ഇതൊരു വലിയൊരു ഇതാണ്. നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള വല്ലാത്തൊരു ഈ കൊളോണിയൽ മെൻറ്റാലിറ്റിയുടെ ഒരു സംഭവം. നമ്മളുടെ ഒരു വിഭവം സായിപ്പിന് വിളമ്പുമ്പോൾ അതിന് തെരുവും പുളിയും പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അതേ കാര്യമാണിത്. എന്തുകൊണ്ട് മറ്റ് MT കഥകളെല്ലാം ഒഴിവാക്കി 1998 എഴുതിയ 98 തോന്നുന്നു 98 എഴുതിയ കഥ തിരഞ്ഞെടുത്തു? ഇപ്പോൾ MTയുടെ കഥാലോകത്തിലുള്ള ആദ്യകാലം മുതലുള്ള കഥാലോകത്തിലുള്ള പുരുഷനെയും സ്ത്രീയെയും AJ തോമസ് എങ്ങനെ കാണുന്നു? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഈ തോമസ് വിവർത്തനം ചെയ്ത MT കഥയിൽ 3 തലമുറകളിലെ സ്ത്രീകൾ കടന്നു വരികയാണ്. MT ജീവിച്ച എല്ലാ കാലത്തിലെയും സ്ത്രീകളുടെ പ്രാതിനിധ്യം MTയുടെ യൗവനത്തിലോ അതിനുശേഷമോ MTക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു രാഷ്ട്രീയ ശരിയോടുകൂടി MT എഴുതിയൊരു കഥയാണോ ഇത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആദ്യത്തെ ഭാഗം ഞാൻ ആദ്യം അവസാനത്തെ ഭാഗം ഞാൻ ആദ്യം പറയാം. കാര്യം ഈ ഒരു സ്ത്രീ പക്ഷത്തുനിന്ന് സാധാരണ നമ്മളുടെ ഈ സ്ത്രീപക്ഷ എഴുത്തുകാരെന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷേ MTയെ പോലൊരാൾ
ഒരു സ്ത്രീ പക്ഷത്തു നിന്ന് ഇത്രയും ഇൻവോൾവായിട്ട് ഒരു സ്ത്രീയുടെ ശരിക്കുള്ള ഒരു എന്താ പറയണ്ടേ ഒരു പരകായ പ്രവേശമൊക്കെ എങ്ങനെ ഈ പറയുന്ന സുധക്കുട്ടിക്ക് ആ വലിയമ്മ ഗ്രേറ്റ് ഗ്രാൻഡ് മദറിനെ എങ്ങനെ ഏത് രീതിയിൽ ഒരു വാക്ക് പോലും പറയാതെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഈ പറയുന്ന 3 സ്ത്രീകളുടെ അമ്മയുണ്ട്. അമ്മ വളരെ റിയാക്ഷണറി ആയിട്ടുള്ള അമ്മയും ചേച്ചിയും സഹപാഠിയും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് ഈ ഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇതെല്ലാം നല്ല നിറഞ്ഞിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. എന്നിട്ട് ഈ കണ്ണ് കാണാത്ത വല്യമ്മയുടെ ഉൾക്കാഴ്ചയാണ് ഈ കാഴ്ച എന്ന് പറയുന്നത്. അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെന്നുള്ള അവരുടെ ജീവിതം തന്നെ പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ ഒരു വളരെ ഇതായിട്ട് വളരെ ബോറടിച്ച് ഹെസിറ്റൻ്റ് ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന സുധക്കുട്ടിയെ ഇങ്ങ് ഉയർത്തിയെടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു MTയുടെ ഒരു കടം വീട്ടിലൊക്കെ ആകാമെന്നുള്ള ഒത്തിരി എന്താ പറയണ്ടേ ഡെവലപ്പ് ചെയ്യപ്പെടാതെ പോയ ഒത്തിരി സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. MTയുടെ ഒരു നീണ്ട ഏറ്റവും അവസാനത്തെ സ്റ്റോറിയാണ്. ഇതിനുശേഷം പുള്ളി കഥ എഴുതിയിട്ടില്ല. അതൊരു വല്ലാത്തൊരു സംഭവം. കഥ എഴുതിയിട്ടില്ല. അത് എൻ്റെ ഒരു സംഭവമുണ്ട്. പക്ഷേ MTയുടെ കഥാലോകത്ത് കുട്ടിയെ എടുത്താണെങ്കിലും ഞാനിപ്പം വളരെ അടുത്താലൊരു MT പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കഥകളൊക്കെ എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ പോയിട്ട് 75 മുകളിൽ കഥകളുണ്ട്. അതിനകത്ത് ഞാനൊരു 50 കഥകൾ ചൂസ് ചെയ്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്തു വരികയാണ്. അപ്പോൾ അതിനകത്തുള്ള പല കഥകളിലും ഉള്ള സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയണ്ടത് നമ്മുടെ മലയാളി ആധുനികതയുടെ ഒരു 3-4 പതിറ്റാണ്ടുകളിൽ കൂടെയുള്ള സ്ത്രീയുടെ വരവ് ഏതാണ്ട് അത് ഒരു പോർട്രേറ്റ് ചെയ്യുന്ന പല കഥകളുണ്ട് ഇങ്ങനെ വസ്തുതയിൽ. അതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിൽ കൂടുതലായിട്ട് അതായത് ഇതിൽ കൂടുതൽ ഇപ്പം എന്താണ് ഇതിൽ കൂടുതൽ സ്വാതന്ത്ര്യം, അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ഒരു ഓൺ ചോയ്സ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇയാളെ വേണ്ട അടുത്തതിലേക്ക് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഒരു 70 വർഷം മുന്നോട്ട് പുറകിലോട്ട് പോവുകയാണ്. വല്യമ്മ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് ഈ നായരെ വേണ്ട, എനിക്ക് പിന്നെ ഈ ആനക്കാരൻ നായരെ മതി എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു ഞാൻ ഇപ്പോൾ എൻ്റെ കൊച്ചുമോളോട് ഇതേ കാര്യം പറഞ്ഞ് അവളെ ഒന്ന് സമാധാനിപ്പിക്കുന്ന ഗതിയിലല്ല വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൾച്ചറൽ ചോയ്സ്, ഒരു ഫെമിനിൻ പ്രിറോഗേറ്റീവ് എന്നൊരു സാധനം കളഞ്ഞു കുളിച്ചിട്ട് അതോ ഈ പറയുന്ന ഈ വിക്ടോറിയൻ മൊറാലിറ്റി അടിച്ച് കയറ്റിയ ഒരു സാധനം കൊണ്ട് പിന്നെ തിരിച്ചു വരേണ്ടി വരികയാണ്. ഇത് വല്ലാത്തൊരു എന്താ പറയണ്ടത് KP നിർമ്മൽകുമാറിൻ്റെ കഥകൾ ട്രാൻസ്ലേറ്റബിൾ അല്ല എന്നില്ല. വാസ്തവത്തിൽ KP നിർമ്മൽകുമാറിൻ്റെ കഥകളൊക്കെ വലിയ നീളമുള്ള കഥകളാണ്. അത് മാത്രമല്ല യുവഖാദറുണ്ട്. അതല്ല ഞാൻ ഓപ്ഷനല്ല പറയുന്നത്. ഞാൻ പറഞ്ഞ KP നിർമ്മൽകുമാറിന്റെ അല്ല ഏതോ ഒരു ഇന്റർവ്യൂവിൽ അതായത് എന്റെ ചോദ്യം ചില കഥകൾ ചിലത് ഇപ്പൊ ഗൗതമചാറ എന്ന് പറയുന്ന തോട്ടക്കാടൻ സ്മരണ എന്ന് പറയുന്ന സാധനം, ഈ തോട്ടക്കാടൻ എന്ന് പറയുന്നത് ഇത് ഒരു അല്യൂഷനാണ്. അതായത് എറണാകുളത്തിനടുത്തുള്ള ഒരു ഹൗസിംഗ് കോളനിയോടുള്ള ആ അല്യൂഷൻ ഒന്നും നമ്മളെ വലിയ നോട്ട്സ് കൊടുക്കാതെ ഒന്നും അതും എടുക്കുകയില്ല. അപ്പോൾ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ ചില കഥകൾ ഞാൻ നിർമ്മൽകുമാറിന്റെ മാത്രമല്ല പറയുന്നത്, ചില കഥകൾ അത് എഴുതപ്പെട്ട ഭാഷയിൽ മാത്രം വായിക്കപ്പെടാൻ വിധിക്കപ്പെട്ടതാണോ? നമുക്ക് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാമെന്നുള്ളത്. ഇപ്പം ബഷീറിൻ്റെ തന്നെ പല കഥകളും ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒത്തിരി നഷ്ടപ്പെടും. കവിതയുടെ കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ONV കുറിപ്പിൻ്റെ കവിതകൾ ഞാൻ എല്ലായിടത്തും പറയാനുള്ള കാര്യമാണ്. അതിൻ്റെ ആ ഒരു സ്വരമാധുരി, അപ്പോൾ എന്നോട് കുറുപ്പ് സാറ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് എൻ്റെ വാക്കുകളുടെ ഭംഗിയും അതിൻ്റെ ഒരു ശബ്ദ സൗകുമാര്യവും അതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യമില്ല. അതിനകത്ത് കവിതയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തോമസ് കണ്ടുപിടിച്ചിട്ട് നിലനിർത്തി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും റിയലിസ്റ്റിക്കാണ് കവി. അപ്പോൾ അദ്ദേഹം പറയുന്നതിനകത്ത് ഇത് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ ചെയ്തിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഇത് വേണ്ടിയിട്ട് അർത്ഥമില്ലാത്ത കുറേ സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് ഇത് എൻ്റെ കവിതയാണെന്ന് പറയുന്നതിലും ഇംഗ്ലീഷിൽ എൻ്റെ കവിത എങ്ങനെ വായിക്കപ്പെടുമോ അങ്ങനെ തോമസിന് ചെയ്തു തരാമെങ്കിൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോംപ്രമൈസ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അതായത് ഈ വളരെ കൾച്ചർ സ്പെസിഫിക്കായിട്ട് വളരെ എന്താ പറയണ്ടേ സ്വരത്തിൽ ജീവിക്കുന്ന രീതിയിൽ. ഇപ്പോൾ VKൻ്റെ തന്നെ വേറൊരു രീതിയാണ്. VKN
ഇംഗ്ലീഷും തമിഴും ഹിന്ദിയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു തരം ഭാഷയുണ്ടാകും. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? ഒരു നിവൃത്തിയില്ല. അതിൻ്റെ ഒരു ഗുണവും ദോഷവുമുണ്ട്. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലൊരു സാധനം അടയാളപ്പെടുത്തി അവിടെ ഇട്ടാൽ അവിടെ കിടക്കും. കുഞ്ചൻ നമ്പ്യാർ ഇതുപോലെ തന്നെയാണ്. കുഞ്ചൻ നമ്പ്യാർ ശരിക്ക് ഈ ഗോസായിമാരുടെ ഭാഷയ്ക്ക് അതുപോലെ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് ഹിന്ദിയാണോ അല്ലെ ഹിന്ദുസ്ഥാനി ആണോ നമുക്ക് നോട്ട് ഇടാനേ പറ്റുള്ളൂ. അങ്ങനെ പ്രശ്നമുണ്ട്. ഈ ഉറൂബിന്റെ വെളുത്ത കുട്ടി, പട്ടത്തുള്ളക്കരനായരുടെ അല്ലോപനിഷത്ത്, തോമസ് ജോസഫിൻ്റെ ദ ഷിപ്പ് ഓഫ് ബട്ടർഫ്ലൈസിൻ്റെ, പിന്നെ TRൻ്റെ നാം നാളെയുടെ നാണക്കേട്, NS മാധവൻ്റെ നാലാം ലോകം, ഇതൊക്കെ വിവർത്തനം ചെയ്യുമ്പോൾ തോമസ് അനുഭവിച്ച അനായാസത അയ്യപ്പനെയും തകഴിയെയും ചെയ്യുമ്പോൾ അനുഭവിക്കുന്നില്ല എന്നെനിക്ക് തോന്നി. എൻ്റെ തോന്നൽ തെറ്റായിരിക്കും. ഏത് കഥകൾ തർജ്ജമ ചെയ്യാനാണ് ഇതിൽ ഏറ്റവും പ്രയാസം നേരിട്ടത്? ഏതൊക്കെ കഥകൾ തർജ്ജമ ചെയ്യാൻ? എനിക്ക് പ്രയാസം എന്ന് പറയുന്നത് ആ രീതിയിൽ ഞാനിതെങ്ങനെ ചെയ്യും എന്ന് തോന്നിയിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്കാണ്. വിശ്വവിഖ്യാതമായ മൂക്ക് ഞാനൊരു ന്യൂട്രൽ ലാംഗ്വേജ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനകത്തുള്ള ഈ എന്തെല്ലാം പ്രയോഗ വൈചിത്ര്യങ്ങൾ അത് ട്രാൻസ്ലേഷനിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. വീക്കെൻഡിൻ്റെ ലഞ്ച് വളരെ എളുപ്പമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ തകഴിയുടെ കൃഷിക്കാരൻ അങ്ങനെ പ്രശ്നം എനിക്ക് തോന്നിയില്ല കേട്ടോ, തോന്നിയില്ല. അയ്യപ്പൻ്റെ ഒട്ടും തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഹാരി സാറൊക്കെ ആയിട്ട് ഞങ്ങൾ അയ്യപ്പൻ്റെ ലോകത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അയ്യപ്പൻ്റെ ഒറിജിനലിനകത്ത് വരുന്ന ഒരു പഞ്ചുണ്ടല്ലോ, ആ പഞ്ച് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പെൺകുട്ടി അങ്ങോട്ട് പെട്ടെന്ന് ഒറ്റമുലച്ചയായി മാറുന്നത് പോലെ അങ്ങനെ ഒരു സിനിമയുണ്ട്, മറ്റേ ഇവരുടെ അനുഷ്ക ശർമ്മയുടെ ഒരു വല്ലാത്ത സാധനമുണ്ട്. അങ്ങനെ ഒരു സാധനം എനിക്ക് കൾച്ചറിലുള്ളതാണ്, നമ്മുടെ എല്ലാ ഭാഷകളിലും എല്ലാത്തിലുള്ളൊരു സാധനമാണ് ഈ. അതുപോലെ തന്നെ വടക്കോട്ട് വരുന്ന ഈ മറ്റേ ഈ മുച്ചിലോട് ഭഗവതി ഇങ്ങനെയൊക്കെ പറയുന്ന തെയ്യങ്ങളുടെ ഇതിനകത്ത് ഈ പറയുന്ന ശരിക്കും റോങ്ഡ് വിമൻ, those who met with very violent deaths at the hands of others, coming back as yakshis or ചുടയൽ, ഇങ്ങനെയുള്ളൊരു സാധനമുണ്ടല്ലോ. അങ്ങനെ ഒരു ജനറൽ കൗൺസിൽ. പിന്നെ ഇതൊരു ശരിക്കും ഒറ്റമുലച്ചി എന്നുള്ളൊരു വളരെ ഏരിയ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അത് വെച്ചിട്ട് പക്ഷേ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഈ പുലയ അല്ലെങ്കിൽ അടിയാള വിഭാഗത്തെ എങ്ങനെ മുതലാളിമാർ, അത് നമ്പൂരിമാരൊന്നുമല്ല, ഇത് ക്രിസ്ത്യാനിയായത്. അങ്ങനെ ക്രിസ്ത്യാനികൾ ചെയ്തിരിക്കുന്നതാണ് കൂടുതൽ അയ്യപ്പൻ പറഞ്ഞു. അയ്യപ്പൻ്റെ ആ ഏരിയ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ശരിക്കും മൂവാറ്റുപുഴയ്ക്കും കോതമംഗലത്തിനിടയ്ക്കുള്ള ആ ഒരു പുല്ലുവഴിയും അവിടെയൊക്കെയാണ് ഒരു സ്ഥലം. അപ്പോൾ ആ ഒരു ഈത്തോസ്, ഇതിന് മുമ്പുള്ള സാധനവും ശരിക്കും ഈ പ്രേതഭാഷണം, ഈ നിരോധകയാണ് അല്ലാതെ പ്രേതഭാഷണം എന്ന് പറഞ്ഞാൽ ഭ്രാന്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവിടെ ഏതാണ്ട് ഇത് തന്നെയാണ് ഈ ഇതാണ്. പക്ഷേ അത് എനിക്കും വളരെ ഞാൻ വളരെ ആസ്വാദികരമായി ചെയ്തൊരു സാധനമാണ്. എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് വാസ്തവത്തിൽ ഇതാണ്, ബഷീറിൻ്റെ. അത് എനിക്ക് തന്നെ വീക്കിനകത്തുള്ളൊരു റിവ്യൂവർ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായി മൂക്കെന്നുള്ളത് ഇങ്ങനെ ഈ ഒരു ഭാഷയല്ലേ ചെയ്യാൻ പറ്റിയത്. ഇനി ഞാൻ സക്കറിയയുടെ സലാമേരിക്ക കടുത്തുരുത്തി സ്ലാങ്ങാണ്. അതെങ്ങനെ നമ്മൾ അത് നോർമൽ ന്യൂട്രൽ ലാംഗ്വേജിലല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത് കാര്യമില്ല. ഇനി ഞാൻ ഈ 100 ഇന്ത്യൻ സ്റ്റോറീസ് എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഇൻട്രഡക്ഷനിലെ ഒരു വാചകം ഞാൻ വായിക്കാം. Before I wrap up this brief introduction, it is worth taking a quick look at how the short story originated and developed in India. Prose settled into modernity around the mid-19th century, mostly through the promotional activities of Christian missionaries. Thereafter, Western fictional forms and genres like the novel and the short story found their way into Indian languages, initially through translation, as in the case of Malayalam. Indian writers began to be influenced by Western forms in the fiction they were creating. ഇതിൽ ആധുനികതയുടെ, അതായത് ഇന്ത്യൻ ഭാഷകളിലേക്കുള്ള ചെറുകഥയുടെയും നോവലിൻ്റെയും വരവ് 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആധുനികതയുടെ പാശ്ചാത്യ ചെറുകഥാശില്പവുമായുള്ള പരിചയത്തിലൂടെയാണ് എന്നത് പൂർണ്ണമായും ശരിയാണോ? ഇന്ത്യൻ പഞ്ചതന്ത്രത്തിലും നാടോടി കഥകളിലുമൊക്കെ ഇന്ത്യൻ ചെറുകഥ, നോവൽ ഞാൻ പറയില്ല, ചെറുകഥാ സാഹിത്യത്തിന് വേരുകൾ കിടപ്പില്ലേ?
എൻ്റെ ഈ മറ്റേ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാനത് മുഴുവൻ പറയുന്നുണ്ട്. വളരെ ഇതായിട്ടുള്ള ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് എവർ ടോൾഡിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഞാനിത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഒരു ഒതുക്കത്തിന്, അതായത് അത്രയും ഡീറ്റെയിൽ പറയാതെ ഈ ചെറുകഥ എന്ന് പറയുന്ന ഫോം എങ്ങനെ ഇന്ത്യയിൽ പൊതുവെ വേരൂന്നി എന്നുള്ളത് പറയുമ്പോൾ ഈ ഒരു ഇതുകൂടെ പറയാതെ വിട്ടുപോയതാണ് വസ്തുത. എത്രയത് വേണമെങ്കിൽ 2-3-4 വാക്കുകൾ പറയാമായിരുന്നു, അത് വിട്ടുപോയതാണ്. പക്ഷേ അതൊരു വലിയ ക്യാൻവാസാണ്. ശില്പത്തിൻ്റെ കാര്യത്തിൽ അല്ല, പക്ഷേ അത് മാത്രമല്ല. ഇപ്പോൾ പഞ്ചതന്ത്രമാണെന്നുണ്ടെങ്കിലും ജാതകഥകളാണെങ്കിലും ഈ ചെറിയ കഥയുടെ ഒത്തിരി പിന്നെ പൂർവ്വമാർഗ്ഗം നമുക്കുണ്ട്. കാർൽമാൻ ചരിത്രത്തിൽ ഒരു എപ്പിസോഡ് എടുത്താൽ മതിയല്ലോ. അത് എല്ലാം കഥകളാണ്, ചെറിയ അല്ലെങ്കിൽ അറബി കഥകളെല്ലാം ചെറിയ സാധനങ്ങളില്ല. അതിപ്പോൾ നമുക്ക് ട്രാൻസ്ലേഷൻ വന്നതാണെങ്കിലും ഇവിടെ ഇന്ന് മാത്രം വർഷങ്ങളായിട്ടുള്ളതാണത്. അതൊക്കെ ഉണ്ട്. പക്ഷെ അത് ആ ഭാഗം വിട്ടുപോയതാണെന്ന് വിചാരിച്ചാൽ മതി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല ഞാൻ മനഃപൂർവ്വം മോഡേൺ ഷോർട്ട് സ്റ്റോറിയുടെ, ഇന്ത്യയിലെ മോഡേൺ ഷോർട്ട് സ്റ്റോറിയുടെ പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ സ്രോതസ് എന്ന് പറയുന്നത്, അതിന്റെ എനർജി കിട്ടിയിരിക്കുന്നത് അതിന്റെ പാശ്ചാത്യ. അതെ, പക്ഷേ ഇതുകൂടെ പറഞ്ഞ് വാക്കുകളുടെ എണ്ണം കൂട്ടണ്ടെന്നും കൂടെ വിചാരിച്ചിട്ടുണ്ട്. കാര്യം ഇതിനൊരു ലിമിറ്റഡ് ലെങ്തേ ഉള്ളൂ. അത് ചിലപ്പോൾ എഴുതിയിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല, എഴുതിയിട്ട് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കളഞ്ഞതുമായിരിക്കും. ഈ പുസ്തകത്തിന് വേണ്ടിയുള്ള സമാഹരണത്തിനുള്ള യത്നം ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഈ ഗാന്ധി പണ്ട് ഗാന്ധിയോട് ഇന്ത്യ കാണുവാനായിട്ട് ഗോഖലെ പറഞ്ഞതുപോലെ ഒരു സഞ്ചാരമായിരുന്നല്ലോ ഇന്ത്യൻ ഭാഷയിലൂടെ. എനിക്ക് അത്ര വലിയ ഒരു എഫർട്ട് വന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം റെഡി സാധനങ്ങളുണ്ട്. ഈ പറയുന്നത് എല്ലാം സെലക്ട് ചെയ്യണം. ഇതെല്ലാം ഇതിനെല്ലാം റെഡിമെയ്ഡ് സ്റ്റോക്ക് ഈ പബ്ലിഷറുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിനകത്ത് അക്നോളജ്മെന്റ്സ് എന്നുള്ള സാധനമുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ എടുക്കേണ്ട ചില ബുദ്ധിമുട്ടേ ഉള്ളൂ. എങ്ങനെയെന്നുള്ളത് എടുക്കണേ മുഴുവൻ വായിച്ചിട്ട് അതിനകത്ത് നമ്മൾ എടുക്കേണ്ടത് എടുക്കുന്നതിനിടെ ചിലതൊക്കെ വിട്ടുപോവുകയും ചെയ്യും. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്നുള്ള വുമൺ റൈറ്റേഴ്സ് ആരും വന്നിട്ടില്ല ഉദാഹരണത്തിന്. അങ്ങനെ കുറേ എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന പോലെ 80% 20% പിള്ളേർക്ക് വെച്ചിരിക്കുകയാണ്, ഇളം തലമുറയ്ക്ക് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ അത് ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ളൊരു മലയാളത്തിൽ നിന്ന് 6, പിന്നെ തെലുങ്കിൽ നിന്ന് 6, ഇങ്ങനെയൊക്കെയാണ്. മറ്റേ ഹിന്ദിയിൽ നിന്ന് 9. അതൊക്കെ തന്നെയൊക്കെ ബുദ്ധിമുട്ടിയാണ്. അതൊക്കെ എനിക്ക് ഞാൻ ടാഗോറിൻ്റെ കാബൂളിവാല എന്നും വായിക്കുകയായിരുന്നു. ടാഗോറിൻ്റെ കാബൂളിവാല എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാളം ചെറുകഥ പോലെ പരിചിതമാണ്. നിത്യാധുനികം എന്ന് പറയാം, അല്ലെങ്കിൽ നിത്യപ്രസക്തം എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു കഥയാണ്. നിരവധി ഇംഗ്ലീഷ് വിവർത്തനങ്ങൾ ഇതിനോടൊപ്പം കാബൂളിവാലയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം വായിച്ച വിവർത്തനം എന്ന് പറയുന്നത് മുഹമ്മദ് ഖയ്യാമിൻ്റേത്. എന്നാൽ ആദ്യം ഈ കഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായിട്ടുള്ള നിവേദിതയാണ്. ഇതിൽ ഈ അരുണാവ സിൻഹയുടെ വിവർത്തനം അതിമനോഹരമാണ്. ഈ വിവർത്തനം തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? നിരവധി വിവർത്തനങ്ങൾ കാബൂളിവാലയ്ക്കുള്ള സ്ഥിതിക്ക് അതിനകത്തുനിന്നുള്ള ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. എനിക്ക് റെഡിയായിട്ട് എൻ്റെ കയ്യിൽ ഉള്ള സാധനത്തിൽ നിന്ന് എടുക്കാൻ നമ്മുടെ അരുണാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം തരം. അതായത് ചൗരിങ്കി ട്രാൻസ്ലേറ്റ് ചെയ്ത്, ശങ്കറുടെ ചൗരിങ്കി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് പെൻഗ്വിൻ ഇറക്കി അത് റിലീസ് ചെയ്യുന്ന ഫംഗ്ഷനിലാണ് ഞാൻ അരുണാവയെ കാണുന്നത്. അതൊരു 2000 ആണ്ട് 999 ആ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ എൻ്റെ അടുത്ത് എവിടെയോ ഒരു സംഭവമായിരുന്നു അവിടെ. ഞാൻ അന്ന് ആ അരുണാവയുടെ ആർട്ട് പെർഫെക്റ്റ് ആയിട്ടേ ഉള്ളൂ, ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്തുമാത്രം പിന്നെ ചെയ്തു, എന്തുമാത്രം. വൺ ഓഫ് ദി ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ വി ഹാവ്. അപ്പോൾ നമ്മൾ ദേവിക ഒന്നാം തരം കക്ഷിയാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരുടെ ഒരു കുസൃതി ചോദ്യമാണ്. ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരുടെ കഥകളും ഇന്ത്യൻ കഥകൾ തന്നെയാണ്. ഏതാണ്ട് 10-ലധികം ഇന്ത്യൻ ഇംഗ്ലീഷ് കഥകൾ ഇതിലുണ്ട്. എന്നാൽ ഈ മൊത്തം സമാഹാരത്തിൽ അച്ഛൻ എഴുതിയ കഥയും മകൻ എഴുതിയ കഥയും ഉൾപ്പെടുത്തിപ്പെട്ടിരിക്കുന്നത് ശശി തരൂരിൻ്റെയും കനിഷ്ക് തരൂരിൻ്റെയും കഥകൾ മാത്രമാണ്. ശശി തരൂർ ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ തോമസ് എങ്ങനെ വിലയിരുത്തുന്നു? കഥാകൃത്ത് എന്നുള്ളൊരു ഫിക്ഷൻ റൈറ്റർ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ദ ഗ്രേറ്റ് ഇന്ത്യൻ സ്റ്റോറി മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഫിക്ഷനിലും കൂടെയാണ് ശശി തരൂർ എഴുത്തുകാരനായിട്ട് തന്നെ വരുന്നത്. അപ്പം പുള്ളിയുടെ ഫിക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയണ്ടേ, ഒരു മോഡൽ എന്ന് പറയുന്ന രീതിയിലല്ലാതെ ഒരു സാമ്പിൾ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ
റെപ്രസെൻറ്റേഷൻ എന്നുള്ള നിലയ്ക്ക് ഇത് മാത്രമല്ല, ഡേവിഡ് ആറിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളൊരു ഇപ്പോൾ ഹൗസ് ഓഫ് ബ്ലൂ മാംഗോസ് എഴുതിയ ഡേവിഡ് ആർ, ദ ഗ്രേറ്റ് ഇന്ത്യൻ സ്റ്റോറി എഴുതിയ ശശി തരൂർ, ഇവരുടെ ഖുശ്വന്ത് സിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ ഇവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ, ഇവരുടെ ഒരു പേര് അവിടെ കിടക്കണമെന്ന് എനിക്കൊരു തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ കനിഷ്കിൻ്റെ നല്ല കഥയാണ് അത്. മറ്റേത് ഞാൻ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വെച്ച് വേണേൽ വിചാരിച്ചോളൂ. പക്ഷേ അവരുടെ ആ ഷാനറിൽ അവർക്കുള്ള സ്ട്രെങ്തോ ഒന്നും അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വാണ്ടഡ് ദം ദെയർ എന്നുള്ളതാണ് കാര്യം. അതിപ്പോൾ എഡിറ്ററുടെ പ്രീറോഗേറ്റീവ് എന്നുള്ളതിന് കാര്യം. ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഇവരുടെ എല്ലാ ബാക്ക് സ്റ്റോറികളുണ്ടല്ലോ. ശശി തരൂർ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എഴുതുന്നതിൽ ഒരു പബ്ലിക് ഇൻ്റലക്ച്വൽസിൽ ഇത്രയും ഫിക്ഷനും നോൺ ഫിക്ഷനുമായിട്ട് എൻഗേജ് ചെയ്യുന്നവർ എഴുത്തുകാരനില്ല വാസ്തവത്തിൽ. അപ്പോൾ അതൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഞാൻ രാഷ്ട്രീയത്തിൻ്റെ ആളേ അല്ല, ഈ പറയുന്ന ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്നില്ല, എന്നുണ്ടെങ്കിൽ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. പക്ഷേ എന്നാലും ഈ ഇംഗ്ലീഷ് ഭാഷ എഴുതുന്ന ഒരു പബ്ലിക് ഇൻ്റലക്ച്വലിൽ പല ആൾക്കാരുണ്ട്. അതിൽ ശശി തരൂർ ഒരു ഇപ്പോഴത്തെ കാലത്തെ ഒരു നല്ല റെപ്രസെൻറ്റേറ്റീവാണ്. അപ്പോൾ ആ ഫിക്ഷൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പേര് കേട്ടിട്ടുള്ള മറ്റേ മഹാഭാരതത്തെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറയുന്ന സാധനമുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ അല്ലേ? അതെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ. അതിൻ്റെ ഈ രീതിയിൽ ഫിക്ഷൻ ഏത് രീതിയിൽ അദ്ദേഹം ഒരു നോൺ ഫിക്ഷനിലാണ്, പക്ഷേ അത് വല്ലാത്തൊരു ഒരു കഥയാണ്, ഒരു ആത്മാവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ആ ഒരു ഇഫക്റ്റും കൂടെ അതുകൊണ്ട് മാത്രം. അതും ഇതിൻ്റെ ഈ ഒരു ഇതില്ലേ, ആ ചോദിച്ച ചോദ്യത്തിൻ്റെ അച്ഛൻ്റെ മോഹൻ്റെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതിനും കൂടെ ചെറിയൊരു ഇതല്ലേ, അതുകൊണ്ട് വലിയ സ്പേസ് എടുത്തിട്ടില്ല. പിന്നെ ഈ ഇംഗ്ലീഷ് വായനക്കാർക്ക് കൂടുതൽ ഐക്യപ്പെടാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണോ ഒ വി ഉഷ വിവർത്തനം ചെയ്ത നീലവെളിച്ചം പോലെയുള്ള ബഷീറിൻ്റെ കഥ തിരഞ്ഞെടുത്തത്? അത് വാസ്തവത്തിൽ ഇതും വേറൊരു കളക്ഷന് വേണ്ടി ഇവർ ചെയ്തതിനകത്ത് എനിക്ക് കിട്ടിയതാണ്. ഇപ്പം ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന കഥകൾ പിന്നെയും കൂടുതൽ എടുക്കേണ്ട എന്ന് തന്നെ വിചാരിച്ചിട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഒരു ഇത് വേണം, ഒരു പുതിയൊരു ഫ്രഷ്നെസ് അതിനകത്ത് വേണം. നീലവെളിച്ചം എന്ന് പറയുന്ന കഥ ഈ 100 ഇന്ത്യൻ സ്റ്റോറീസിൽ അത് വരുന്ന അത് ഒരു ബഷീറിൻ്റെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇത് മാത്രമല്ല വേറൊരു വല്ലാതൊരു സാധനമുണ്ട്. ഒരു പോക്കറ്റ് അടിക്കാരൻ്റെ ബനിഹാലിൻ്റെ അടുത്ത് വെച്ചിട്ടൊരു പോക്കറ്റ് അടിക്കാരൻ്റെ കഥയില്ലേ, അത് ഈ പറഞ്ഞ പോലെയുള്ളൊരു വല്ലാത്ത കഥയാണ്. അതുപോലെ തന്നെ ഈ നീലവെളിച്ചം പോലെ തന്നെയുള്ള വേറൊരു സാധനമുണ്ട്. വൈക്കത്ത് കഥയുടെ പേര് ഞാൻ മറന്നുപോയി, ഒടിയൻ്റെ എപ്പിസോഡ്, പിന്നെ കടലിൽ നിന്നൊരു നഗ്നസുന്ദരി, തിരമാലകൾക്ക്. ഇങ്ങനെ ബഷീറിന് ഈ ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് തോന്നുന്ന, എന്നാൽ അങ്ങേർക്ക് റിയലായിട്ട് തോന്നുന്നൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളൊരു സാധനമാണ് തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഈ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമ. എന്തൊരു ക്ലാസിക്കാണ് വാസ്തവത്തിൽ. അപ്പോൾ ഈ ഒരു ഇത് നോൺ മലയാളീസ് എന്ന് വായിച്ചിട്ട് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തത്. ഈ അഭിമുഖത്തിനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഞാൻ ഈ സമാഹാരത്തിലെ ചില കഥകൾ, ഇതിനു മുമ്പ് വായിച്ചിട്ടില്ലാത്ത കഥകൾ വായിക്കാനിടയായി. ഒന്ന് ഗീതാ കപൂർ വിവർത്തനം ചെയ്ത നിർമ്മൽ വർമ്മയുടെ കഥ, പിന്നെ പൂനം സക്സേന വിവർത്തനം ചെയ്ത കൃഷ്ണ സോപ്തിയുടെ ദ ടൈംസ് ഹാവ് ചേഞ്ച്ഡ് എന്ന കഥ, അരുണാവ സിൻഹ വിവർത്തനം ചെയ്ത ഉർവശി ആൻഡ് ജോണി എന്ന മഹാശ്വേതാദേവിയുടെ കഥ, തോമസ് തന്നെ വിവർത്തനം ചെയ്ത ഒ വി വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥ, അരുണി കശ്യപ് വിവർത്തനം ചെയ്ത അബ്ദുൾ സമദിൻ്റെ അസമിയ കഥ. ഈ 100 ഇന്ത്യൻ സ്റ്റോറീസിൽ മലയാളം ചെറുകഥകൾ തിരഞ്ഞെടുത്തപ്പോൾ ഏത് കാലം വരെ പരിഗണിച്ചു? അങ്ങനെ കാലം പരിഗണിക്കാൻ പറ്റിയൊരു രീതിയിലല്ല എൻ്റെ ഒരു കിടപ്പൊന്നാണ്. അപ്പം ഞാനൊരു എന്താ പറയണ്ട, ഒരു അമലിൻ്റെ ഒരു കഥയുണ്ടല്ലോ. അമലിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അമലിൻ്റെ കഥ വരെയുള്ള ഏതാണ്ടൊരു റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള, അതായത് ഏതാണ്ടൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വർഷം വരുന്ന ആ ഒരു ഇത്, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന നാടികക്കലുകൾ പോലുള്ള കഥകൾ ഇങ്ങനെ ചെയ്തതാണ് വാസ്തവത്തിൽ. അപ്പം തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ കാലത്തെയും വലിയ കഥ എന്ന് എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയൊരു ഇതാണ് ഞാൻ ചെയ്തത്. സംഭാഷണത്തിന് അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ 2 പുസ്തകങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ സീക്വൽ എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല, എങ്കിൽ പോലും ഇതിൽ ഈ ദ ഗ്രേറ്റസ്റ്റ് മലയാളം സ്റ്റോറീസ് എവർ ടോൾഡ് എന്നുള്ളത് കഴിഞ്ഞ് മലയാള ചെറുകഥയുമായിട്ട് ബന്ധപ്പെട്ട് തോമസ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാളം ചെറുകഥയായിട്ട് ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ഒരു അത് ഞാൻ എന്താ പറയണ്ടേ,
ബോധപൂർവമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു സംഗതിയുണ്ട്. കാര്യം സ്ത്രീകളുടെയും ദളിത് എഴുത്തുകാരുടെയും അതിൽ തന്നെ മുസ്ലിം ഇങ്ങനെയൊക്കെയുള്ള റെപ്രസെൻറ്റേഷൻസിൻ്റെ ആവശ്യകത അത് കഥയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നതല്ല. കഥയുടെ ബെസ്റ്റായിട്ടുള്ള കഥകൾ എഴുതുന്ന ഇങ്ങനെയുള്ള സുബാൾട്ടേണെന്നോ അല്ലെങ്കിൽ മാർജിനലിസ്റ്റോ എന്നൊക്കെ പറയാവുന്ന അവർക്ക് റെപ്രസെൻറ്റേഷൻ കൂടുതൽ വരുന്നതല്ല. നമുക്കിപ്പോൾ നമ്മളുടെ ഗടാഗടീനെ എഴുത്തുകാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അല്ല ഇവന് ഇങ്ങനെയുള്ള ശില്പപരമായിട്ട് വലിയ പരീക്ഷണങ്ങൾ നടത്തിയ 1-2 കഥകൾ മാത്രം എഴുതി അങ്ങനെയുള്ള അപ്പോൾ ഞാൻ പറയും 1-2 കഥകൾ വായിച്ചാൽ വിക്ടർലീൻസിൻ്റെ ഉണ്ട്, ഉണ്ട്, പിന്നെ യു പി ജയരാജുണ്ട്. യു പി ജയരാജൻ്റെ ഒരു ഇതിനകത്തുണ്ടത് ഒരു വല്ലാത്ത കഥയല്ലേ ഇത്. ഇപ്പോഴത്തെ ഈ നക്സൽ ബാക്ക്ഗ്രൗണ്ടിൽ വല്ലാത്തൊരു സാധനമാണ് അത്. ഇപ്പം ഞാൻ ഒരു മാസത്തിന് ഈ മാസത്തിന് കൊടുക്കേണ്ടതാണ്. പക്ഷേ നടക്കില്ല, കുറച്ചുകൊണ്ട് നീണ്ടുപോകും. അപ്പോൾ 25 ഓൾറെഡി ഉണ്ടല്ലോ. അതിൻ്റെ കൂടെ 33 കഥകളും കൂടെ അപ്പോൾ 58 108 എന്ന് പറയുന്ന സീക്രട്ട് നമ്പർ വരും 2025. അങ്ങനെയാണ് നമ്മുടെ ഒരു. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ സ്റ്റോറീസിൻ്റെ എന്തെങ്കിലും ഇനി ഇതല്ലാതെ വേറെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീമാറ്റിക്കായിട്ട് വേണേൽ കൊടുക്കാം. അതായത് പ്രീ ഇൻഡിപെൻഡൻസ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കുന്നുണ്ട്. ഈ ആന്തോളജികൾ നന്നായിട്ട് വർക്ക് ചെയ്യും. ഒരു സിംഗിൾ ഓതറുടെ ഇതിനേക്കാൾ നല്ലതായിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ടും അതും പ്രത്യേകിച്ചും ഓൾ ഇന്ത്യ ബേസിസിൽ ഉള്ള ആന്തോളജികൾ ശരിക്കും ചെറുകഥയ്ക്കൊരു നല്ല പുഷ്കലകാലമാണ് ഇപ്പോഴും വാസ്തവത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ചെറുകഥയ്ക്ക് ഈ പറയുന്ന ഒരു നോവലിൻ്റെ അത്രയും ഡിമാൻഡ്സ് നമ്മുടെ മുകളിൽ ഇല്ല. സമയത്തിൻ്റെ പേരിൽ നമുക്ക് എവിടെയാണ് സമയം ഇരിക്കുന്നത്? ഒരു നോവല് എത്ര ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നോവലൊരു ദിവസം അല്ലെ 2 ദിവസം ശരിക്കിരുന്ന് കുത്തിയിരുന്ന് വായിച്ചാൽ ഇന്നലെ ഇന്നും ആയിട്ട് ഞാൻ ഇതിൽ എത്ര കഥകൾ വായിച്ചു. അപ്പോൾ അത് ഒരു നോവല് പോലെ അല്ലല്ലോ. വിവിധങ്ങളായ അനുഭൂതി ലോകങ്ങൾ, അനുഭവ ലോകങ്ങൾ, വിവിധ ഭാഷകളിലെ ജീവിതാന്തരീക്ഷങ്ങൾ എല്ലാം നമുക്ക് അതിൻ്റെ മറ്റേ വശം. എൻ്റെ ശരിക്കും നമ്മുടെ ഒരു സമയത്തിൻ്റെ വശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ പോകുന്നതിന് പെട്ടെന്ന് നമ്മൾ ബാത്റൂമിലിരുന്ന് വായിക്കുമ്പോൾ ഒരു കഥ വായിക്കാനുള്ള സമയം കിട്ടും. പിന്നെ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും മെട്രോയിലിരുന്ന് വായിക്കാൻ വേണമെങ്കിൽ ഈ സാധനം മുറിഞ്ഞു പോകുന്നില്ലല്ലോ. ഓരോരോ സിംഗിൾ കഥകൾ വായിക്കാൻ പറ്റും. നോവലാണെന്നുണ്ടെങ്കിൽ വായിച്ച അങ്ങനെ വായന നടക്കില്ല, ഇരുന്ന് വായിക്കണം. ഒരു മലയാള ചെറുകഥ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇന്ത്യയിലെ മലയാളേതര വായനക്കാർക്കും ലോകത്തിലെ തന്നെ വായനക്കാർക്കും ഒരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് തോമസ് ഈ ലോകത്തിലെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം. വാസ്തവത്തിൽ ഈ 2nd ജനറേഷൻ 3rd ജനറേഷൻ മലയാളം നമ്മളെ രാജീവ് വിജയരാഘവൻ ഇതിൻ്റെ ഒരു കോപ്പി കൊണ്ടുപോയി അവിടെ നെതർലാൻഡ്സിൽ കൊടുക്കുകയാണ്. നെതർലാൻഡ്സ് മക്കൾക്കല്ല, അവിടുത്തെ അവരുടെ മലയാളികളുടെ ഇടയ്ക്ക് ഒന്ന് ആലോചിച്ചു. അവർ ഭയങ്കര ഈ പറയുന്ന മലയാളം വായിക്കാൻ പറ്റില്ലാത്ത, വായിക്കാൻ അറിഞ്ഞില്ലാത്ത എൻ്റെ ഭാര്യ അടക്കമുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു വലിയ സർവീസാണിത്. അല്ല, ഞാൻ മലയാളം വായിക്കാൻ കഴിയാത്ത മലയാളികളെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന് കാരണമായിട്ടുള്ള ഇതിനു മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയ കെ ശ്രീകുമാർ എഡിറ്റ് ചെയ്ത് ഇറക്കിയത്, അതുപോലെ NS മാധവൻ എഡിറ്റ് ചെയ്ത് ഇറക്കിയ ചെറുകഥാ സമാഹാരങ്ങൾ, അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ അതിനെയൊക്കെ ഉപജീവിച്ചാണ് എൻ്റെ സെലക്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഈ പുസ്തകത്തിന് വേണ്ടി മാത്രം വളരെ പ്രത്യേക അഭിനന്ദനങ്ങൾ തോമസ് അർഹിക്കുന്നു. അതുപോലെ തന്നെ ഈ 100 ഇന്ത്യൻ സ്റ്റോറീസ് എന്നത് ഇത്രയും സമയം ഈ പോഡ്കാസ്റ്റിന് വേണ്ടി നൽകിയതിന് ഈ ദില്ലി ദാലിയുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഐ ആം താങ്കിങ് യു, ആൻഡ് ഫ്രം മൈ പേഴ്സണൽ കപ്പാസിറ്റി ഓൾസോ ഐ ആം താങ്കിങ് യു. Thank you, Gaurashni. We have been so long friends, and this is the first time I am coming here, and I am so happy that you gave me this time and this opportunity to speak to our readers and our Malayali friends. Thank you all.